ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ഓഡിറ്റിങ്ങിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 9 നമ്മുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമാണ്. അപ്പോൾ അതിലെ എക്സാമിന് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇന്ന് പ്രീവിയസ് ഇയറിൽ 60 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ബൈ ദ സ്റ്റാഫ് ഓഫ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് എ ഡാഷ്. ഓപ്ഷൻ എ ഇൻഡിപെൻഡൻറ്റ്, ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി, ഓപ്ഷൻ സി ഇൻറ്റേർണൽ, ഓപ്ഷൻ ഡി കമ്പൽസറി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫുകൾ തന്നെ അവിടെ ഓഡിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻറ്റേർണൽ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ് തന്നെ അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ദ ഓഡിറ്റർ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഡേയ്സ് from the completion of audit. Option A 15 days, option B 30 days, option C 60 days, option D no limit. ഒരു ഓഡിറ്റർ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ഡേയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, റൊട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് എ ഡാഷ്. ഓപ്ഷൻ എ ചെക്കിംഗ് ഓഫ് ക്യാഷ്, ഓപ്ഷൻ ബി ചെക്കിംഗ് ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ സി ചെക്കിംഗ് ഓഫ് ബാലൻസ്, ഓപ്ഷൻ ഡി വാലുവേഷൻ ഓഫ് അസെറ്റ്. റൊട്ടീൻ ചെക്കിങ്ങിൽ ഇൻവോൾവ് ആവാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വാലുവേഷൻ ഓഫ് അസെറ്റ്. റൊട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് വാലുവേഷൻ ഓഫ് അസെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഡിറ്റ്, ഓപ്ഷൻ ബി ഓഡിറ്റ് ബൈ അക്കൗണ്ട് ജനറൽ, ഓപ്ഷൻ സി പ്രൈവറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി ഫൈനൽ ഓഡിറ്റ്. ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫൈനൽ ഓഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ എ പാനൽ അപ്രൂവ്ഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ ജനറൽ ബോഡി, ഓപ്ഷൻ ബി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഓപ്ഷൻ സി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആര് അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഥവാ DCA. DCA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു പാനലിൽ നിന്നുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോസ്റ്റിംഗ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ടു പേഴ്സണൽ അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ക്ലറിക്കൽ, ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ, ഓപ്ഷൻ സി കോമൻസേറ്റിംഗ്, ഓപ്ഷൻ ഡി ഒമിഷൻ. പോസ്റ്റിംഗ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ടു പേഴ്സണൽ അക്കൗണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ പേഴ്സണൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു, അത് എന്ത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രിൻസിപ്പൽ എററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് വർക്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻവോൾവ് ഡാഷ് സ്റ്റേജസ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ സി ആണ്, 4. ദ ഓഡിറ്റ് വർക്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻവോൾവ് 4 സ്റ്റേജസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് ഡാഷ്. ഓപ്ഷൻ എ എക്സ്പെൻസസ്, ഓപ്ഷൻ ബി അസെറ്റ്സ്, ഓപ്ഷൻ സി ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് പിന്നീട് നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് എക്സ്പെൻഡിച്ചർ വിൽ നെവർ ബി എ ലോസ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റവന്യൂ, ഓപ്ഷൻ സി പ്രിലിമിനറി, ഓപ്ഷൻ ഡി മെയിൻ്റെനൻസ്. ഏതു തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരിക്കലും ഒരു ലോസ് ആകാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ നെവർ ബി എ ലോസ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ടു നോ ഡാഷ്. ഓപ്ഷൻ എ ലിക്വിഡിറ്റി, ഓപ്ഷൻ ബി പ്രോഫിറ്റബിലിറ്റി, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ടു നോ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്,
ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ഡിവൈസബിൾ പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഷെയർ വാല്യൂ, ഓപ്ഷൻ ഡി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഡിവിഡൻഡ് എന്തിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജിലാണ് പേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഷെയർ വാല്യൂ. ഷെയർ വാല്യൂവിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജിലാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അതിപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഷെയറിന് ആനുപാതികമായിട്ടാണല്ലോ മെമ്പേഴ്സിന് കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഡാഷ്. ഓപ്ഷൻ എ വർക്കിംഗ് റിസൾട്ട്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സമ്മറി ഓഫ് ഡിഫക്റ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഡാഷ് പാർട്ട്. ഓപ്ഷൻ എ 2 പാർട്ട്, ഓപ്ഷൻ ബി 3 പാർട്സ്, ഓപ്ഷൻ സി 4 പാർട്സ്, ഓപ്ഷൻ ഡി 5 പാർട്സ്. സമ്മറി ഓഫ് ഡിഫക്റ്റ് എത്ര പാർട്ടായിട്ടാണ് തയ്യാറാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2 പാർട്ട്. സമ്മറി ഓഫ് ഡിഫക്റ്റിന് 2 പാർട്ട് ഉണ്ട്, 2 പാർട്ടായിട്ടാണ് തയ്യാറാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ ഡെബിറ്റിംഗ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡെബിറ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. സ്പെസിഫിക് റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെബിറ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. എ സ്പെസിഫിക് റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. എറർ അതർ ദാൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഈസ് ജനറലി കോൾഡ് ആസ് ഡാഷ് എറേഴ്സ്. ഓപ്ഷൻ എ ഒമിഷൻ, ഓപ്ഷൻ ബി കമ്മീഷൻ, ഓപ്ഷൻ സി കോമ്പൻസേറ്ററി, ഓപ്ഷൻ ഡി ക്ലറിക്കൽ. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഒഴികെയുള്ള, എറർ ഓഫ് പ്രിൻസിപ്പിൾ അല്ലാതെയുള്ള ബാക്കി എററുകളെ നമ്മൾ ജനറലി എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലറിക്കൽ എറേഴ്സ് എന്നുള്ളതാണ് ആൻസർ. എറർ ഓഫ് പ്രിൻസിപ്പിൾ അല്ലാതെയുള്ള ബാക്കി എല്ലാ എററുകളെയും ജനറലി നമ്മൾ വിളിക്കുന്നത് ക്ലറിക്കൽ എറേഴ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഡിറ്റ് ഈസ് ഓപ്ഷണൽ? ഓപ്ഷൻ എ ട്രസ്റ്റ്, ഓപ്ഷൻ ബി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഓപ്ഷൻ സി പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഇതിൽ ഏതിനാണ് ഓഡിറ്റ് ഓപ്ഷണൽ ആയിട്ടുള്ളത്? ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മതി എന്നുള്ളൊരിതിൽ ഓപ്ഷണൽ ആയിട്ടുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ. അവർക്കാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ളത്. ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കെല്ലാം ഓഡിറ്റ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ട്രസ്റ്റ് അവർക്കെല്ലാം കമ്പൽസറി ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഓഡിറ്റ് ദാറ്റ് ഈസ് മെയ്ഡ് കമ്പൽസറി അണ്ടർ സ്റ്റാറ്റ്യൂട്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ ബി പാർഷ്യൽ ഓഡിറ്റ്, ഓപ്ഷൻ സി കംപ്ലീറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ഓഡിറ്റ്. ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഓഡിറ്റിന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഓഡിറ്റുകളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? ഓപ്ഷൻ എ 2.5%, ഓപ്ഷൻ ബി 5%, ഓപ്ഷൻ സി 9%, ഓപ്ഷൻ ഡി നോ ഡിപ്രീസിയേഷൻ. അതായത് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി ഒരു ലാൻഡ് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലാൻഡിൻ്റെ ഡിപ്രീസിയേഷൻ.
ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോ ഡിപ്രീസിയേഷൻ. ലാൻഡിന് ഡിപ്രീസിയേഷൻ ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ഡ്യൂ ബൈ ഇൻ ഓഡിറ്റ് ഡിനോട്ട്സ്. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി പ്രോഫിറ്റ്. ഡ്യൂ ബൈ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റിങ്ങിൽ ഡ്യൂ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലയബിലിറ്റി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലയബിലിറ്റി. വേറൊരെണ്ണം ഉണ്ട് ഇനി, ഡ്യൂ ടു എന്ന് പറയുന്നത്. ഡ്യൂ ടു എന്ന് പറയുന്നത് അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു എന്ന് പറയുന്നത് അസറ്റും ഡ്യൂ ബൈ എന്ന് പറയുന്നത് ലയബിലിറ്റിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻ എ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ബി ചീഫ് എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ സി ഓഡിറ്റർ, ഓപ്ഷൻ ഡി ജനറൽ ബോഡി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു കോപ്പറേറ്റീവിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ envisages the dash of the auditor. Option A independence, option B integrity, option C honesty, option D transparency. The essential principle envisage the dash of the auditor. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഡിപെൻഡൻസ്. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ, ഇൻഡിപെൻഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, the rate of interest in a cooperative society is decided by. Option A general body, option B board of directors, option C registrar, option D subcommittee constituted for the purpose. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, രജിസ്ട്രാർ. RCS ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഫീ ഓഫ് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഗ്രോസ് ഇൻകം, ഓപ്ഷൻ സി സെയിൽസ്, ഓപ്ഷൻ ഡി ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽസ് പ്രൊസീജിയേഴ്സ് ഓഫ് ആർട്ടിക്കിൾ. ഓഡിറ്റ് ഫീ ഓഫ് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ദ ആർട്ടിക്കിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ വീവേഴ്സ് കോപ്പറേറ്റീവ് ഈസ് ലയബിൾ ടു പേ ഓഡിറ്റ് ഫീ ഫ്രം ഡാഷ് ഓൺവേർഡ്സ്. ഓപ്ഷൻ എ സെക്കൻഡ് ഇയർ, ഓപ്ഷൻ ബി സെവൻത്ത് ഇയർ, ഓപ്ഷൻ സി സിക്സ്ത് ഇയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഒരു വീവേഴ്സ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഫീ എപ്പോൾ മുതലാണ് പേ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെവൻത്ത് ഇയർ. ഒരു ഓഡിറ്റ് കോപ്പറേറ്റീവ് ഒരു വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെവൻത്ത് ഇയർ മുതൽ ഓഡിറ്റ് ഫീസ് പേ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ. ഓപ്ഷൻ എ പോട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി പൗൾട്രി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ സി കാറ്റിൽ ബ്രീഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ഡി ഡയറി കോപ്പറേറ്റീവ്സ്. ഇതിൽ ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടാത്തത് ആരാണ്? എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടാത്തത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, പോട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ. പോട്ടറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഓതറൈസ്ഡ് ടു മോഡിഫൈ ദ ഓഡിറ്റ് മെമ്മോറാൻഡം ഇൻ കേസ് ഓഫ് മിസ്റ്റേക്കൺ ഫാക്ട്. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി DCA, ഓപ്ഷൻ സി ഓഡിറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓഡിറ്റ് മെമ്മോറാൻഡം മോഡിഫൈ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് മിസ്റ്റേക്കൺ ഫാക്ട്. ആൻസർ
ഓപ്ഷൻ ബി ആണ് DCA. DCA ആണ് ഓഡിറ്റ് മെമ്മോറാൻഡം മോഡിഫൈ ചെയ്യേണ്ടത്. DCA ടു മോഡിഫൈ ദ ഓഡിറ്റ് മെമ്മോറാൻഡം ഇൻ കേസ് ഓഫ് മിസ്റ്റേക്കൺ ഫാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്വേഡ് ഈസ് ഡാഷ് ടു ലോഗിൻ ഇൻ ടു സിസ്റ്റം ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ എ പ്രാക്ടീസ്, ഓപ്ഷൻ ബി ഓതൻറ്റിക്കേഷൻ കീ, ഓപ്ഷൻ സി ആക്സസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. പാസ്വേഡ് ഈസ് ഡാഷ് ടു ലോഗിൻ ഇൻ ടു സിസ്റ്റം ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പറേറ്റീവ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓതൻറ്റിക്കേഷൻ കീ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റർ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് വെസ്റ്റഡ് വിത്ത്. CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഡിറ്റ് അതാരാണ് നടത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി DCA, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ആൻസർ ഓപ്ഷൻ സി ആണ് DCA. DCA ആണ് CSUൻ്റെ ഓഡിറ്റ് നടത്തുന്നത്. ദ ഓഡിറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് വെസ്റ്റഡ് വിത്ത് DCA. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡാഷ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 25%, ഓപ്ഷൻ സി 33%, ഓപ്ഷൻ ഡി 34% ഇൻ ദ ഫസ്റ്റ് ഇയർ, 33% ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 34% ഇൻ ദ ഫസ്റ്റ് ഇയർ, 33% ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്വിൽ ഈസ് എ ഡാഷ് അസെറ്റ്. ഓപ്ഷൻ എ ടാഞ്ചിബിൾ, ഓപ്ഷൻ ബി ഇൻടാഞ്ചിബിൾ, ഓപ്ഷൻ സി ലോസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഗുഡ്വിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത, നമുക്ക് കാണാനോ തൊടാനോ ഒന്നും സാധിക്കാത്ത തരം അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കേഷൻ ഓഫ് ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ്. ഓപ്ഷൻ എ സെക്രട്ടറി അലോൺ, ഓപ്ഷൻ ബി പ്രസിഡന്റ് അലോൺ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ബോർഡ് മെമ്പേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ബോർഡ് ഓഫ് മെമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻ ബിറ്റ്വീൻ. ഓപ്ഷൻ എ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ് ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റീസ്, ഓപ്ഷൻ സി ലിക്വിഡ് അസറ്റ്സ് ആൻഡ് ലിക്വിഡ് ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി കറണ്ട് ലയബിലിറ്റീസ് ടു ടോട്ടൽ അസറ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എക്സ്പ്രസസ് ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ. ആൻസർ ഓപ്ഷൻ എ ആണ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ അറ്റ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ CRAR ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല. ഓപ്ഷൻ എ ക്യാപിറ്റൽ ഫണ്ട് ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ഇൻറ്റു 100, ഓപ്ഷൻ ബി വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ഇൻറ്റു 100, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഇൻകം ഇൻറ്റു 100, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാപിറ്റൽ ഫണ്ട് ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് ഇൻറ്റു 100. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയഡ് ഫോർ വിച്ച് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആർ ടു ബി കെപ്റ്റ്. ഓപ്ഷൻ എ 10 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി പെർമനൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര നാൾ സൂക്ഷിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് പെർമനൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു. ഓപ്ഷൻ എ ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ഓപ്ഷൻ ബി അസർട്ടൈൻ ദ മെമ്പേഴ്സ് എക്കണോമിക് വെൽഫെയർ, ഓപ്ഷൻ സി ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ഫൈനൽ ഓഡിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ടെസ്റ്റ് ഓഡിറ്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഫൈനൽ ഓഡിറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
In case of detection of fraud, the auditor is obligated to submit option A audit report, option B special report, option C audit memorandum, option D none of the above. എന്തെങ്കിലും ഒരു ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പെഷ്യൽ റിപ്പോർട്ട്. ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓഡിയർ മീൻസ് ഓപ്ഷൻ എ ലൗഡ്ലി, ഓപ്ഷൻ ബി ക്ലിയർലി, ഓപ്ഷൻ സി ടു ഹിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓഡിയർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ഹിയർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഓപ്ഷൻ എ 63, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നാണ് പറയുന്നത്. ഓഡിറ്ററുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. അത് ഏത് സെക്ഷനിലാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 64 അത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് അപ്പെക്സ് കോപ്പറേറ്റീവ്സ് ഈസ് വെസ്റ്റഡ് വിത്ത് ഓപ്ഷൻ എ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എലോൺ, ഓപ്ഷൻ ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റേഴ്സ് എലോൺ, ഓപ്ഷൻ സി അക്കൗണ്ടൻറ്റ് ജനറൽ, ഓപ്ഷൻ ഡി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്. ഓഡിറ്റ് ഓഫ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ആരാണ് ചെയ്യുന്നതെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ദ ഓഡിറ്റർ ഹാസ് ടു അവാർഡ് ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ഓപ്ഷൻ എ ഓഡിറ്റ് ഷെഡ്യൂള്, ഓപ്ഷൻ ബി ഓഡിറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ സി ഓഡിറ്റ് മെമ്മോ, ഓപ്ഷൻ ഡി ഓഡിറ്റ് നോട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഡിറ്റ് മെമ്മോ. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ദ ഓഡിറ്റർ ഹാസ് ടു അവാർഡ് ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ഓഡിറ്റ് മെമ്മോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓവർഡ്യൂ ഇൻ കേസ് ഓഫ് ക്ലാസ് ബി ടൈപ്പ് സൊസൈറ്റി ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 25. ക്ലാസ് ബി ടൈപ്പ് സൊസൈറ്റികളാണെങ്കിൽ ക്ലാസ് ബി സൊസൈറ്റികളാണെങ്കിൽ അതിൻ്റെ ഓവർഡ്യൂ ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജിൽ കൂടരുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. ദ ഓവർഡ്യൂ ഇൻ കേസ് ഓഫ് ക്ലാസ് ബി ടൈപ്പ് ഓഫ് സൊസൈറ്റി ഷുഡ് നോട്ട് എക്സീഡ് 25%. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് മാർക്ക് അലൗട്ടഡ് ടു നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ബീയിങ് ക്ലാസിഫൈഡ് ഗോസ് ടു ഓപ്ഷൻ എ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓപ്ഷൻ ബി എക്സ്റ്റെൻറ്റ് ഓഫ് ബിസിനസ് ഡൺ, ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിഫക്റ്റ്, ഓപ്ഷൻ ഡി ജനറൽ വർക്കിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്റ്റെൻറ്റ് ഓഫ് ബിസിനസ് ഡൺ. ഹയസ്റ്റ് മാർക്ക് അലൗട്ടഡ് ടു നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ബീയിങ് ക്ലാസിഫൈഡ് ഗോസ് ടു എങ്ങനെയാണ്, എക്സ്റ്റെൻറ്റ് ഓഫ് ബിസിനസ് ഡൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എനി ഡൗട്ട് അറൈസ് ആസ് ടു വിച്ച് കാറ്റഗറീസ് എ പെർട്ടിക്കുലർ കോപ്പറേറ്റീവ് ഇൻക്ലൂഡഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീ ദ മാറ്റർ ഷാൾ ബി ഡിസൈഡഡ് ബൈ ദ ഓപ്ഷൻ എ ഡയറക്ടർ ഓഫ് ഓഡിറ്റ്, ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ഓഡിറ്റ് ടീം, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി അഡീഷണൽ ഡയറക്ടർ ഓഡിറ്റ്. If any doubt arises as to which categories a particular cooperative included for calculation of audit fee, the matter shall be decided by the answer option A ആണ്, director of audit. അടുത്ത ക്വസ്റ്റ്യൻ, in case of misappropriation of fund the auditor must submit a special report to ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഡിറ്റ്, ഓപ്ഷൻ സി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ്, ഓപ്ഷൻ ഡി ഡയറക്ടർ ഓഫ് ഓഡിറ്റ്.
ആൻസർ ഓപ്ഷൻ എ ആണ് രജിസ്ട്രാർ. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫ്രോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്, എന്തെങ്കിലും ഒരു ഫ്രോഡ് തരത്തിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്താണ്, സ്പെഷ്യൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? രജിസ്ട്രാറിനാണ് സമർപ്പിക്കേണ്ടത്. ഓപ്ഷൻ എ രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷ്വറിംഗ് that the financial statement are prepared and presented before the auditor. Option A, general body. Option B, the board. Option C, president. Option D, the secretary. Answer option B ആണ് the board. Cooperative society, the board is responsible for ensuring the financial statement are prepared and presented before the auditor. അടുത്ത ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ഫോർ അപ്പോയിൻറ്റിംഗ് ഓഡിറ്റേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഗെറ്റ് ഇറ്റ്സ് അക്കൗണ്ട് ഓഡിറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഈസ് വെസ്റ്റഡ് വിത്ത്. ഓപ്ഷൻ എ, ജനറൽ ബോഡി. ഓപ്ഷൻ ബി, മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ സി, രജിസ്ട്രാർ. ഓപ്ഷൻ ഡി, ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജനറൽ ബോഡി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതിൻ്റെ ഓഡിറ്റർ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഫോർ അതോറിറ്റി ഫോർ അപ്പോയിൻറ്റിംഗ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ജനറൽ ബോഡിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു ബി പ്രസൻറ്റഡ് ടു ദ ഓഡിറ്റർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ക്ലോസ് ഓഫ് ദാറ്റ് കോപ്പറേറ്റീവ് ഇയർ. ഓപ്ഷൻ എ 90, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 30. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു ബി പ്രസൻറ്റഡ് ടു ദ ഓഡിറ്റർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ ഓഡിറ്റർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 30 days ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ. ഓപ്ഷൻ എ, രജിസ്ട്രാർ. ഓപ്ഷൻ ബി, ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻ സി, ബോർഡ്. ഓപ്ഷൻ ഡി, CEO. The audit of cooperative society is responsible of the. Answer option C ആണ്, ബോർഡ്. The audit of cooperative society is the responsibility of the board അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് ഓഡിറ്റ് ദ ഓഡിറ്റേഴ്സ് ഇൻ അഡീഷൻ ടു ഫിനാൻഷ്യൽ അസ്പെക്ട് ആൻഡ് പ്രയോറിറ്റി സി വെദർ മാനേജ്മെൻറ്റ് ക്യാരീസ് ഔട്ട് ദ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഓപ്ഷൻ എ, ഫിനാൻഷ്യൽ. ഓപ്ഷൻ ബി, അഡ്മിനിസ്ട്രേറ്റീവ്. ഓപ്ഷൻ സി, കോസ്റ്റ്. ഓപ്ഷൻ ഡി, മെക്കാനിക്കൽ. അതായത് ഏത് ഓഡിറ്റിലാണ് ഓഡിറ്റർ അതിൻ്റെ ഫിനാൻഷ്യൽ അസ്പെക്റ്റിനെ കൂടാതെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം, ആ മാനേജ്മെൻ്റ് എല്ലാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണോ നടക്കുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റ് എന്നെല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് ഏത് ഓഡിറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിലാണ് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണോ അവിടുത്തെ വർക്കിംഗും എല്ലാം നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ടീം ഓഡിറ്റ് ദ റെസ്പോൺസിബിലിറ്റി ടു കൺസിഡർ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത്. ഓപ്ഷൻ എ, രജിസ്ട്രാർ. ഓപ്ഷൻ ബി, ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻ സി, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഹെഡിംഗ് ദ ഓഡിറ്റ് ടീം. ഓപ്ഷൻ ഡി, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് ടീമിൽ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും എല്ലാം ഇഷ്യൂ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഹെഡിംഗ് ദ ഓഡിറ്റ് ടീം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, housing societies and house mortgage banks, the audit fee is calculated based on. Option A, gross income. Option B, working capital. Option C, aggregate of loan issued. Option D, sales proceeds. Credit societies except പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും ഹൗസിംഗ് സൊസൈറ്റീസും ഹൗസ് മോർഗേജ് ബാങ്ക്സും ഒഴിച്ചുള്ള ബാക്കിയുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
An audit certificate is a summarized form of audit note which contain audit certificate and option A audit program, option B audit schedule, option C audit memorandum, option D audit classification. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് നോട്ടിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ്. ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ഓഡിറ്റ് നോട്ട് വിച്ച് കണ്ടെയ്ൻ, അതിൽ എന്തൊക്കെയുണ്ട്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റും. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഡിറ്റ് മെമ്മോറാൻഡം. അടുത്ത ക്വസ്റ്റ്യൻ, amount payable by societies to the auditors if they receive any service of officers of the cooperative department as concurrent auditor. Option A audit fee, option B audit expense, option C audit service, option D audit cost. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓഡിറ്റ് കോസ്റ്റ്. എമൗണ്ട് പേയബിൾ ബൈ ദ സൊസൈറ്റി ടു ദ ഓഡിറ്റർ ഇഫ് ദേ റിസീവ്സ് the service of officers of the cooperative department as concurrent auditor. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓഡിറ്റ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സൊസൈറ്റീസ് ദാറ്റ് ആർ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീന്ന് ഒഴിവാക്കാത്ത സൊസൈറ്റികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടതായിട്ടുള്ള സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫാമിംഗ് സൊസൈറ്റി, ഓപ്ഷൻ ബി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, option C transport society, option D society with the majority of members are Harijans and Girijans. ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീ കൊടുക്കണം, ബാക്കിയെല്ലാം എന്താണ്? ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടാത്തതാണ് വേറെ എല്ലാ സൊസൈറ്റികളും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഷുഡ് ബി അപ്പൻഡഡ് ടു ദ ഓഡിറ്റ് നോട്ട് ബൈ ദ ഓഡിറ്റർ. ഓപ്ഷൻ എ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സമ്മറി ഓഫ് ഡിഫക്റ്റ്, ഓപ്ഷൻ സി റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഓവർ ഡ്യൂ ഡെപ്റ്റ്. ഡാഷ് ഷുഡ് ബി അപ്പൻഡഡ് ടു ദ ഓഡിറ്റ് നോട്ട് ബൈ ദ ഓഡിറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സമ്മറി ഓഫ് ഡിഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവറോൾ കൺട്രോൾ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓപ്ഷൻ എ ഡയറക്ടർ ഓഫ് ഓഡിറ്റ്, ഓപ്ഷൻ ബി അഡീഷണൽ ഡയറക്ടർ ഓഡിറ്റ്, ഓപ്ഷൻ സി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഡിറ്റ്, ഓപ്ഷൻ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കീം സെറ്റിംഗ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ദ കോഴ്സ് ഓഫ് ദ ഓഡിറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ഓപ്ഷൻ എ ഓഡിറ്റ് സ്കീം, ഓപ്ഷൻ ബി ഓഡിറ്റ് ഷെഡ്യൂൾ, ഓപ്ഷൻ സി ഓഡിറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി ഓഡിറ്റ് സമ്മറി. സ്കീം സെറ്റിംഗ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ കോഴ്സ് ഓഫ് ദ ഓഡിറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഡീറ്റെയിൽഡ് സ്കീമാണ്, എന്തൊക്കെ വർക്കുകളാണ്, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക്, അവർ ചെയ്യേണ്ട വർക്കുകളെല്ലാം വിത്തിൻ്റെ ഒരു ഫിക്സഡ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന സംഭവമാണ് എന്ത്? ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പൊട്ടൻറ്റ് ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ അക്യുറസി ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഓപ്ഷൻ എ ചെക്ക്, ഓപ്ഷൻ ബി വൗച്ചിങ്, ഓപ്ഷൻ സി റെസിപ്റ്റ്, ഓപ്ഷൻ ഡി ബിൽസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൗച്ചിങ്. എ പൊട്ടൻറ്റ് ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് ദ ഓഡിറ്റേഴ്സ് ടു അസർട്ടൈൻ ദ അക്യുറസി ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അവർ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുന്ന ട്രാൻസാക്ഷൻ എല്ലാം അത് ശരിയാണോന്ന്, അതിൻ്റെ അക്യുറസി പരിശോധിക്കുന്നതാണ്. അത് വൗച്ചിങ് എന്നാണ് അതിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ threefold request of vouching. Option A regulation of the society, option B proper sanction by the competent authority, option C validity of documentary evidence, option D bona fide or genuine nature of the transaction. ഇതിൽ threefold request of vouchingൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, റെഗുലേഷൻ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓഡിറ്റിങ്ങിൽ നിന്ന് നമ്മൾ പറയുന്നത്.
ഇതെല്ലാം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്